ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ അടിസ്ഥാന പാഠാവലിയിലെ രണ്ട് മത്സ്യങ്ങൾ എന്ന പാഠഭാഗം വളരെ കുറഞ്ഞ സമയം കൊണ്ട് സെറ്റാക്കുന്ന ഈ വീഡിയോയിലേക്ക് എല്ലാ മക്കളെയും ഞാൻ എന്ത് ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. പാഠഭാഗത്തിൻ്റെ പേര് രണ്ട് മത്സ്യങ്ങൾ, യൂണിറ്റ് 2 ചാപ്റ്റർ 1 ആണ്. പാഠസംഗ്രഹം നമ്മൾ എന്ത് ചെയ്യും, പരിശോധിക്കും. നേരെ ചോദ്യോത്തരത്തിലേക്ക് നമ്മൾ പോകും. അത് ശ്രദ്ധയോടുകൂടി കുട്ടികൾ എന്ത് ചെയ്യുക, കേട്ടിരിക്കുക. ഒരു തവണ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു തവണ കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ വീഡിയോ കാണുക. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യണം, രേഖപ്പെടുത്തുകയും വേണം. നമ്മൾ വൈകിപ്പിക്കുന്നില്ല, നേരെ അങ്ങോട്ട് പ്രവേശിക്കുന്നു. രണ്ട് മത്സ്യങ്ങൾ. പാരിസ്ഥിതിക കഥാകാരനായ അംബിക സുധൻ മങ്ങാടിൻ്റെ പാരിസ്ഥിതിക കഥയാണ് രണ്ട് മത്സ്യങ്ങൾ. കവ്വായി കായലിൽ നിന്നും ഷൂലാപ്പ് കാവിലേക്കുള്ള രണ്ട് മത്സ്യങ്ങളുടെ യാത്രയിലൂടെയാണ് കഥ പുരോഗമിക്കുന്നത്. മനുഷ്യൻ്റെ ക്രൂരതകൾ മൂലം, പ്രകൃതിയിലുള്ള കടന്നുകയറ്റവും മൂലം ജീവിക്കാൻ പ്രയാസപ്പെടുന്ന എല്ലാ ജീവജാലങ്ങളുടെയും പ്രതിനിധികളാണ് ഈ രണ്ട് മത്സ്യങ്ങൾ. മനുഷ്യൻ്റെ ക്രൂരതകൾ മൂലം, പ്രകൃതിയിലേക്കുള്ള കടന്നുകയറ്റം മൂലം ജീവിക്കാൻ പ്രയാസപ്പെടുന്ന എല്ലാ ജീവജാലങ്ങളുടെയും പ്രതിനിധികളാണ് ഈ രണ്ട് മത്സ്യങ്ങൾ. മനുഷ്യൻ്റെ ഇടപെടൽ പ്രകൃതിയിൽ ഏൽപ്പിക്കുന്ന ആഘാതം മീനുകളുടെ യാത്രയിൽ ഉടനീളം അടയാളപ്പെട്ട് കിടക്കുന്നു. മഴയുടെ അഭാവം, മീൻവേട്ടക്കാർ, കാവിൻ്റെയും പുഴകളുടെയും നാശം തുടങ്ങി ജീവിവർഗങ്ങളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാണ്. അതിജീവനത്തിനായുള്ള ജീവിവർഗങ്ങളുടെ പോരാട്ടമാണ് രണ്ട് മത്സ്യങ്ങളുടെ കവ്വായി കായലിൽ നിന്നും ഷൂലാപ്പ് കാവിലേക്കുള്ള യാത്രയിലൂടെ ചിത്രീകരിക്കപ്പെടുന്നത്. ഒരിക്കലും നാശമില്ലാത്ത ഭൂമി പോലും മനുഷ്യൻ്റെ അശാസ്ത്രീയമായ ഇടപെടലുകൾ മൂലം നശിച്ചു കൊണ്ടിരിക്കുന്നതായാണ് ചിരഞ്ജീവിയായ പച്ചത്തവളയുടെ മരണത്തിലൂടെ കഥാകാരൻ പറയുന്നത്. ഒരിക്കലും നാശമില്ലാത്ത ഭൂമി പോലും മനുഷ്യൻ്റെ അശാസ്ത്രീയമായ ഇടപെടലുകൾ മൂലം നശിച്ചുകൊണ്ടിരിക്കുന്നതായാണ് ചിരഞ്ജീവിയായ പച്ചത്തവളയുടെ മരണത്തിലൂടെ കഥാകാരൻ പറയുന്നത്. മനുഷ്യരുടെ അന്ധമായ പ്രകൃതി ചൂഷണങ്ങൾ അവസാനിപ്പിക്കാനുള്ള ആഹ്വാനം കൂടിയാണ്. ലളിതസുന്ദരമായ രചനാരീതിയും ഏറെ സമകാലിക പ്രാധാന്യമുള്ള ഈ കഥയെ ആകർഷകമാക്കുന്നു. പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചിരുന്ന ഭൂതകാലം മലയാളിക്കുണ്ടായിരുന്നു. പ്രകൃതിയിൽ നിന്നും മനുഷ്യൻ അകന്നപ്പോഴാണ്, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ പരിഗണിക്കാത്ത വികസനങ്ങൾ മൂലമാണ് പ്രളയവും സുനാമിയും പ്രകൃതിക്ഷോഭങ്ങളുമായി പ്രകൃതി തിരിച്ചടിക്കാൻ ആരംഭിച്ചത്. ഈ സന്ദേശമായിരുന്നു ആ പാഠഭാഗം നമുക്ക് നൽകിയത്. ഇനി നേരെ ചോദ്യോത്തരത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പക്ഷേ മനുഷ്യനെ പേടിച്ചേ പറ്റൂ. മുട്ടയിടാൻ പോവുകയാണോ, മുട്ടയിട്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് തിരിച്ചു വരികയാണോ എന്നൊന്നും അവനറിയണ്ട. കുത്തൂടുകളും വലകളും വെട്ടുകത്തിയുമായി അവൻ തക്കം പാർത്ത് നിൽക്കും. അഴകൻ്റെ ഈ അഭിപ്രായം മനുഷ്യരുടെ സ്വാർത്ഥതയിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണോ? നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക. എങ്ങനെ ഉത്തരം എഴുതാം നോക്കുക. ഈ ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങൾക്കും തുല്യ അവകാശമാണുള്ളത്. എന്നാൽ മനുഷ്യരുടെ വിചാരം ഈ ഭൂമി അവർക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണെന്നാണ്. മറ്റുള്ള ജീവജാലങ്ങളെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാതെ തങ്ങളുടെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും മടിയില്ലാത്തവരായി മാറിയിരിക്കുന്നു മനുഷ്യർ. മനുഷ്യരുടെ വിവേകരഹിതവും കരുണയില്ലാത്തതുമായ ഇത്തരം പ്രവർത്തനങ്ങളാണ് അഴകൻ്റെ വാക്കുകളിൽ തെളിയുന്നത്. മറ്റുള്ള ജീവജാലങ്ങളെയും ഈ പ്രകൃതിയെയും നശിപ്പിച്ചുകൊണ്ട് തനിക്ക് മാത്രം നിലനിൽക്കാമെന്ന മനുഷ്യൻ്റെ മോഹം അവൻ്റെ തന്നെ വിനാശത്തിലേക്കാണ് വഴിതെളിയിക്കുന്നത്. സെറ്റാണോ? ഈ ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങൾക്കും തുല്യാവകാശമാണുള്ളത്. എന്നാൽ മനുഷ്യരുടെ വിചാരം ഈ ഭൂമി അവർക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണെന്നാണ്. മറ്റുള്ള ജീവജാലങ്ങളെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാതെ തങ്ങളുടെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും മടിയില്ലാത്തവരായി മാറിയിരിക്കുന്നു മനുഷ്യർ. മനുഷ്യരുടെ വിവേകരഹിതവും കരുണയില്ലാത്തതുമായ ഇത്തരം പ്രവർത്തനങ്ങളാണ് അഴകൻ്റെ വാക്കുകളിൽ തെളിയുന്നത്. മറ്റുള്ള ജീവജാലങ്ങളെയും ഈ പ്രകൃതിയെയും നശിപ്പിച്ചുകൊണ്ട് തനിക്ക് മാത്രം നിലനിൽക്കാമെന്ന മനുഷ്യൻ്റെ മോഹം അവൻ്റെ തന്നെ നാശത്തിലേക്കാണ് വഴിതെളിയിക്കുന്നത്. സെറ്റാണല്ലോ? നമ്മൾ മീനുകൾക്ക് 4 ചുറ്റിനും കണ്ണു വേണം. ഒരിക്കലും എടുത്തിയാടരുത്. അഴകൻ്റെ ഈ വാക്കുകളുടെ പൊരുൾ എന്താണ്? നമ്മൾ മീനുകൾക്ക് 4 ചുറ്റിലും കണ്ണു വേണം. അപകടങ്ങൾ നമുക്ക് ചുറ്റും പതിയിരിക്കുന്നുണ്ട്. ആ അപകടത്തെ നേരിടാൻ നമ്മൾ ജാഗരൂകരായിരിക്കണം എന്നാണ് അഴകൻ്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. അപകടങ്ങൾ നമുക്ക് ചുറ്റും പതിയിരിക്കുന്നുണ്ട്. ആ അപകടത്തെ നേരിടാൻ നമ്മൾ ജാഗരൂകരായിരിക്കണമെന്നാണ് അഴകൻ്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കാം അഴക,
നമുക്ക് വേണ്ടി മാത്രമല്ല ഭൂമിയിലെ സർവ്വചരാചരങ്ങൾക്കും മഴ കിട്ടാൻ. ഈ വരികൾ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? തനിക്ക് വേണ്ടി മാത്രമല്ല, മഴയില്ലാതെ ഉഴലുന്ന ഭൂമിയിലെ സകല ജീവജാലങ്ങൾക്കും വേണ്ടിയാണ് പൂവാലിയുടെ പ്രാർത്ഥന. സ്വാർത്ഥതയ്ക്ക് വേണ്ടി പ്രകൃതിയെ നശിപ്പിക്കുന്ന മനുഷ്യന് മഹത്തായ ഒരു സന്ദേശമാണ് പൂവാലി നൽകുന്നത്. തനിക്ക് വേണ്ടി മാത്രമല്ല, മഴയില്ലാതെ ഉഴലുന്ന ഭൂമിയിലെ സകല ജീവജാലങ്ങൾക്കും വേണ്ടിയാണ് പൂവാലിയുടെ പ്രാർത്ഥന. സ്വാർത്ഥതയ്ക്ക് വേണ്ടി പ്രകൃതിയെ നശിപ്പിക്കുന്ന മനുഷ്യന് മഹത്തായ ഒരു സന്ദേശമാണ് പൂവാലി നൽകുന്നത്. രണ്ട് മത്സ്യങ്ങൾ എന്ന കഥയിലെ മണ്ണൻ മുതലയും നീർനായ്ക്കളും എന്തിൻ്റെ പ്രതീകങ്ങളാണ്? രണ്ട് മത്സ്യങ്ങൾ എന്ന കഥയിലെ മണ്ണൻ മുതലയും നീർനായ്ക്കളും എന്തിൻ്റെ പ്രതീകങ്ങളാണ്? മണ്ണൻ മുതലകളും നീർനായ്ക്കളും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ജീവജാലങ്ങൾ നേരിടുന്ന ഏക ഭീഷണി മനുഷ്യൻ മാത്രമാണ്. ഭൂമിയിൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിവർഗങ്ങളുടെ പ്രതീകമാണ് മണ്ണൻ മുതലയും നീർനായ്ക്കളും. ഭൂമിയിൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിവർഗങ്ങളുടെ പ്രതിനിധികളാണ് വണ്ണൻ മുതലയും നീർനായ്ക്കളും. മത്സ്യങ്ങൾ ആകാശദേവനോടും ശൂലാപ്പ് ദേവിയോടും കരഞ്ഞു പ്രാർത്ഥിക്കാൻ കാരണമെന്ത്? അഴകനും പൂവാലിയും കവ്വായി കായലിലാണ് കഴിയുന്നത്. മഴക്കാലത്ത് ശൂലാപ്പ് കായലിലെത്തി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്താണ് തിരികെ യാത്ര. മഴ പെയ്യാൻ വൈകുന്തോറും അവരുടെ സങ്കടങ്ങളും വർദ്ധിച്ചു വന്നു. മഴ പെയ്തുണ്ടാകുന്ന നീരൊഴുക്കിലൂടെ വേണം കുന്നുകയറി അവർക്ക് ശൂലാപ്പ് കാവിലെത്താൻ. മഴ പെയ്തില്ലെങ്കിൽ അവരുടെ യാത്ര മുടങ്ങും. കവ്വായി കായലിലെ ഉപ്പുവെള്ളത്തിൽ മുട്ടകൾ നശിച്ചു പോകും. ശൂലാപ്പ് ദേവിയുടെ ഗർഭപാത്രം പോലുള്ള ശുദ്ധ ജലാശയത്തിലെത്തിയാലേ അവർക്ക് രക്ഷയുള്ളൂ. അടുത്ത തലമുറയെ പെറ്റു പോറ്റുവാനാകൂ. അതുകൊണ്ടാണ് ആകാശദേവനോടും ശൂലാപ്പ് ദേവിയോടും മത്സ്യങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ചത്. സെറ്റ്. യാത്രയിൽ എന്തെല്ലാം പ്രതിസന്ധികളാണ് മത്സ്യങ്ങൾ അഭിമുഖീകരിച്ചത്? ഉത്തരം പിടിച്ചോളുക. ജീവനെ കുളിരണിയിക്കാനുള്ള യാത്രയിൽ അവർക്ക് നിരവധി പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു. മനുഷ്യരെയാണ് നെടുഞ്ചൂരി മത്സ്യങ്ങളായ അഴകനും പൂവാലിയും ഏറെ ഭയപ്പെട്ടത്. ഒരു കാലത്ത് മണ്ണൻ മുതലകളെയും നീർനായ്ക്കളെയും മീൻകൊത്തികളെയുമായിരുന്നു അവർ കൂടുതൽ ഭയപ്പെട്ടിരുന്നത്. എന്നാൽ മനുഷ്യൻ്റെ തന്നെ ഇടപെടൽ മൂലം അവക്കൊക്കെ വംശനാശം വന്നു. കുത്തൂടുകളും വലകളും വെട്ടുകത്തിയുമായി മനുഷ്യൻ തക്കം പാർത്തിരിക്കുന്നതും നനവുള്ള ഇടങ്ങളിലൊക്കെ മൂർച്ചയേറിയ കുന്തങ്ങളെ കൊണ്ട് മനുഷ്യൻ പരതി നടക്കുന്നതും അവർ കണ്ടു. ഒരു മനുഷ്യൻ്റെ കയ്യിലെ ഈർക്കിളിൽ 10ഓളം നെടുഞ്ചൂരി മത്സ്യങ്ങൾ ജീവനറ്റ് തൂങ്ങിക്കിടക്കുന്നത് അവർ കണ്ടു. മനുഷ്യരുടെ അലർച്ചകൾക്കിടയിൽ അവർ ആഞ്ഞു ചാടി. ഭാഗ്യം കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്. 2 മീനുകൾക്ക് കിടക്കാനുള്ള സ്ഥലം മാത്രമുള്ള പാറയിടുക്കിലേക്ക് അവർ ചെന്ന് വീഴുകയായിരുന്നു. ഇതെല്ലാമായിരുന്നു അവരുടെ മുന്നിലുണ്ടായിരുന്ന പ്രതിസന്ധികൾ. മഴ കൊട്ടി ഇറങ്ങുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? മഴ കൊട്ടി ഇറങ്ങുക, കൊട്ടിക്കയറുക എന്നിവ വാദ്യഘോഷങ്ങളുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങളാണ്. ഇവിടെ മഴ പെയ്തിറങ്ങുന്നതിനെ മീനുകൾ സ്വീകരിക്കുന്നത് വാദ്യഘോഷത്തിൻ്റെ മാധുര്യത്തോടെയാണ്. മഴയുടെ കൊട്ടിയിറക്കത്തിന് ശേഷമാണ് വിത്തുകൾ മണ്ണിൽ മുളപൊട്ടുന്നത്. ഇവിടെ അനന്തര തലമുറയുടെ മുളപൊട്ടലിനായി മഴ പെയ്തിറങ്ങാൻ മീനുകൾ കാത്തിരിക്കുന്നു. അടുത്തത് പാറ ഭക്ഷിക്കുന്ന രാക്ഷസ യന്ത്രങ്ങൾ. JCB പോലുള്ള യന്ത്രങ്ങൾ കുന്നും മലയും പാറക്കെട്ടും തുരന്ന് കവർന്നെടുക്കുന്നതിൻ്റെ സൂചനയാണ് ഈ പാറ ഭക്ഷിക്കുന്ന രാക്ഷസ യന്ത്രങ്ങൾ എന്ന് പരാമർശിച്ചിരിക്കുന്നത്. ജീവനെ കുളിരണിയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പരാമർശം എന്താണ്? കടുത്ത വേനലിൽ കുളിരന്വേഷിക്കുന്ന 2 മത്സ്യങ്ങളാണ് അഴകനും പൂവാലിയും. അവർ തങ്ങളുടെ ജീവനെയും തലമുറയെയും നിലനിർത്താൻ അനുകൂല സാഹചര്യമുണ്ടാകുന്ന കുളിര് തേടി യാത്രയാകുന്നിടത്താണ് കഥ അവസാനിക്കുന്നത്. പ്രപഞ്ചത്തിലെ ഓരോ ജീവനും അനന്തര തലമുറകളെ സൃഷ്ടിച്ച് കടന്നു പോകുമ്പോഴാണ് ആ ജീവൻ സാർത്ഥകമാവുന്നത്, കുളിരണിയുന്നത്. അടുത്തത് ഭൂമിയുടെ ചോര പോലെ എന്ന് പരാമർശം വരുന്നുണ്ട്. മനുഷ്യൻ്റെ ഇടപെടൽ മൂലം ഭൂമിക്കേറ്റ പരിക്കിനെ സൂചിപ്പിക്കുന്നു. ഭൂമിയുടെ ആസന്ന മരണത്തിൻ്റെ അടയാളം. തവളയും ബുദ്ധനും കണ്ടുമുട്ടുന്ന സന്ദർഭവും തുടർന്നുള്ള സംഭാഷണവും നൽകുന്ന സന്ദേശം എന്തെന്ന് സംഗ്രഹിച്ചെഴുതുക. അഹിംസാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണല്ലോ ശ്രീബുദ്ധൻ. ഒരിക്കൽ ധ്യാനത്തിനായി ബുദ്ധൻ ശൂലാപ്പ് കാവിലേക്ക് കയറി വന്നു. വഴിമാറിക്കൊടുക്കാനുള്ള വെപ്രാളത്തിൽ തൻ്റെ പാദസ്പർശമേറ്റ തവളയെ ബുദ്ധൻ കൈകളിൽ കോരിയെടുത്തതും കണ്ണിൽ അലിവിൻ്റെ നനവ് പടർന്നതും തവള മത്സ്യങ്ങളോട് പറഞ്ഞു. സഹജീവി സ്നേഹം വായനക്കാരിലേക്ക് എത്തിക്കാൻ കഥാകൃത്ത് നടത്തുന്ന ബോധപൂർവമായ ശ്രമമാണ് ഇതെന്ന് പറയാം. പരിസ്ഥിതിക്ക് മേലുള്ള മനുഷ്യൻ്റെ കടന്നുകയറ്റവും ജീവജാലങ്ങൾ നേരിടുന്ന ഭീഷണിയും തവള അവതരിപ്പിക്കുന്നു. ബുദ്ധൻ്റെ പ്രതിനിധിയായി ഇതിലൂടെ തവളയെ കാണാം.
സർവ്വ ജീവജാലങ്ങളും കൂടിച്ചേർന്ന സന്തുലിതമായ ജീവിതമാണ് ബുദ്ധൻ വിഭാവനം ചെയ്യുന്നത്. അഹിംസയാണ് അതിൻ്റെ ധർമ്മം. അതുപോലെ തന്നെ തവള ഉഭയജീവിയാണ്. കരയിലെയും വെള്ളത്തിലെയും ജീവികളെ ബന്ധിപ്പിക്കുന്ന കണ്ണി. മനസ്സിൻ്റെ നന്മയും പരിശുദ്ധിയും കാത്തു സൂക്ഷിക്കുന്ന ഒരു സന്യാസിയുടെ സ്വഭാവ പകർച്ച തവളയിൽ പ്രകടമാവുന്നുണ്ട്. ഓക്കെ മക്കളെ, സെറ്റാണല്ലോ. വീഡിയോ 2 തവണ കാണാം, പാഠഭാഗം സെറ്റാക്കി വെക്കാം. ഓക്കെ, താങ്ക്